ഗുഡ് മോർണിംഗ് ചേച്ചി. വസു, കോഫി കുടിക്കുന്നോ? ഇപ്പൊ വേണ്ട ചേച്ചി, കുട്ടികളെ റെഡിയാക്കിയിട്ട് ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തു വെക്കണ്ടേ? ഞാനതാ ചെയ്തോണ്ടിരിക്കുന്നേ. സോറി ചേച്ചി, രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നീ എന്താ ലേറ്റായിട്ട് എണീക്കുന്നതെന്ന് എനിക്കറിയാം. രാത്രി നീയും അഭിയും പുറത്തെവിടെയോ പോയിരുന്നില്ലേ? ചേച്ചി എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ഇന്നലെ രാത്രിയില് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പുറത്തേക്കൊന്ന് വന്നിരുന്നു. നിങ്ങൾ രണ്ടുപേരും രഹസ്യമായിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പോഴാണ് ഞാൻ കണ്ടത്. എന്താന്നറിയില്ല, രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നി. ഏട്ടനോട് ഞാൻ പറഞ്ഞപ്പോഴാ പുറത്തു കൊണ്ടുപോയെ. ചോദിച്ചതൊക്കെ എനിക്ക് വാങ്ങി തന്ന് തൃപ്തിയാക്കിയിട്ടാ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ. ഗർഭിണിയായിരിക്കുമ്പോ സാധാരണത്തെക്കാൾ കൂടുതൽ വിശപ്പുണ്ടാവും എന്ന് പറഞ്ഞ് ഇത്രയും വൈകിയൊന്നും ആഹാരം കഴിക്കുന്നത് നല്ലതല്ല. അതുപോട്ടെ, ആ സമയത്ത് എന്താ എത്ര വിശപ്പെന്ന് അഭി നിന്നോട് ചോദിച്ചില്ലേ? 2 ദിവസം മുന്നേ തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞു ചേച്ചി. ശരിക്കും? സത്യം പറഞ്ഞ ഏട്ടൻ തന്നെ അത് മനസ്സിലാക്കി ഇങ്ങോട്ട് പറയായിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നു ഏട്ടന്. എന്താ ഇതെന്നോട് നേരത്തെ പറയാത്തതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞില്ലേ വസു, അഭിയോടെല്ലാം തുറന്നു പറഞ്ഞ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. അഭിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഏട്ടൻ എന്നെ മനസ്സിലാക്കിയത് മാത്രമല്ല, അദ്ദേഹത്തിന് സന്തോഷമായിന്ന് അറിഞ്ഞപ്പോ എന്റെ ഉള്ളിലെ ടെൻഷനും എല്ലാം മാറി. ഏതവസ്ഥയിലും എന്റെ കൂടെ തന്നെ ഉണ്ടാകുന്നു പറഞ്ഞ് എനിക്ക് ധൈര്യവും തന്നു. അതാണ് നമ്മുടെ അഭി വസു. അഭിക്ക് വളരെ നല്ല മനസ്സാ. ഇനി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെ ചേച്ചി, അമ്മയുടെ ഏട്ടൻ തന്നെ പറയാന്നാ പറഞ്ഞേ. നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. അമ്മയോടെല്ലാം ഏട്ടൻ പറയാൻ തുടങ്ങുമ്പോ അഖില് വന്നപ്പോ എല്ലാം തലകീഴായി മറിഞ്ഞു. ഏട്ടത്തിയോട് അഭി എന്തു പറയാനാ വന്നത്? അന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ, നാളെയോ മറ്റന്നാളോ പറയും. ഇനി നീ ഇതിനെ കുറിച്ചോർത്ത് ഒരു ടെൻഷനും അടിക്കണ്ട. ഇവര് രണ്ടുപേരും എന്ത് കാര്യത്തെ പറ്റിയാ സംസാരിക്കുന്നത്? ഏട്ടനും അത് തന്നെയാ പറഞ്ഞത്. ഒന്നുകൊണ്ടും വിഷമിക്കുകയോ ടെൻഷനാവുകയോ ചെയ്യരുതെന്ന്. എല്ലാം ഏട്ടൻ നോക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. ഈ സമയത്ത് നീ ഒരുപാട് ശ്രദ്ധയോടെ ഇരിക്കണം വസു. പ്രത്യേകിച്ച് നിന്റെ ആരോഗ്യം നന്നായിട്ട് നോക്കണം. എന്തിനു വേണ്ടിയാ വസുവിനോട് ആരോഗ്യം സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത്? ഗർഭിണിയായിരിക്കുമ്പോ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവില്ലേ? എന്ന് കരുതി എല്ലാം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഗർഭിണിയോ? അപ്പോ ഇവര് കാർത്തിയെ കുറിച്ചാണോ സംസാരിക്കുന്നേ? ചേച്ചി, ചേച്ചി ലഞ്ച് ബോക്സ് റെഡിയായോ? എന്തു പറ്റി വസു? എന്താന്നറിയില്ല ചേച്ചി, രാവിലെ തൊട്ടേ എനിക്കൊരു ക്ഷീണം പോലെ. രാത്രി നേരെ ഉറങ്ങാത്തോണ്ട് വല്ലതും ആയിരിക്കും. നീ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക, അപ്പൊ എല്ലാം ശരിയായിക്കോളും. വാ. കുറച്ചു നേരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ആരെക്കുറിച്ചാ പറയുന്നെന്ന് മനസ്സിലാക്കായിരുന്നു. ഞാനാണെങ്കിൽ ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കി. അമ്മേ, ഞാനൊരു കാര്യം പറയാൻ മറന്നേ പോയി. ഇന്ന് സ്കൂൾ വാൻ വരില്ലെന്നാ പറഞ്ഞേ. ഇന്ന് അമ്മ വേണം ഞങ്ങളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ. അമ്മ വളരെ ടയേർഡ് ആയിരിക്കാണ് മോനെ. കാർത്തിക, കാർത്തിക. എന്താ ഏട്ടത്തി? കുട്ടികളെ നീ ഒന്ന് സ്കൂൾ വരെ കൊണ്ടാക്കിട്ട് വരാമോ? എന്താ എന്നെ ജോലി ഏൽപ്പിക്കുകയാണല്ലോ? എന്താടി ഇത്? ഗർഭിണിയായ പെണ്ണ് ഇത്രയും ദൂരം കുട്ടികളെയും കൂട്ടി സ്കൂളിലാക്കണമെന്നോ? അധിക ദൂരമൊന്നും ഇല്ലല്ലോ, സ്കൂൾ ഇവിടെ അടുത്തല്ലേ. കാർത്തികയ്ക്ക് ഒരു വ്യായാമം പോലെ ആവുമല്ലോ.
എന്താ കാർത്തിക തന്നെ പോണോ? വസുവിന് പോയിക്കൂടെ? നിനക്ക് പോയിക്കൂടെ? എന്താ ഏട്ടത്തി, എന്താ കാര്യം? നോക്കേടത്തി, ഗർഭിണിയായിരിക്കുന്ന കാർത്തിക കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണം പോലും. ഏട്ടത്തിയുടെ മൂത്ത മരുമോള് ഓർഡർ ഇട്ടിരിക്കുക. എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ടമ്മേ. കാർത്തികയ്ക്ക് പാചകം ചെയ്യാൻ അറിയില്ല. വസുവിനാണെങ്കിൽ ഇന്ന് കാർത്തികയെ പോലെ ഗർഭിണിയല്ലേ? ഈ കാര്യം പുറത്തു പറയാൻ പറ്റാതെ അവള് വിഷമിക്കുകയാണല്ലോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ആന്റി. എനിക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യം വന്നില്ലല്ലോ. ഈ ഭാവനയും വസുവും എന്തോ വലിയ രഹസ്യം മറക്കുന്നുണ്ട്. അത് അബിക്കും അറിയാന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. എന്ത് സീക്രട്ട് ആണ് ആന്റി? ഗർഭിണികളെ കുറിച്ചാ അവര് സംസാരിച്ചോണ്ട് നിന്നത്. ഞാൻ ചെന്നപ്പോ അവര് വിഷയം മാറ്റി. ഞാൻ അവിടെ കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു. ആന്റി എപ്പോഴും ലേറ്റ് ആണ്. ആ? ആന്റിയുടെ പേര് ലേറ്റ് സുമംഗലി എന്ന് ആക്കാം. എന്താടി നീ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞേ? അമ്മേ, 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 എന്തു പറ്റി അമ്മേ? അമ്മേ എഴുന്നേൽക്കമ്മേ. അമ്മേ കണ്ണു തുറന്ന് നോക്ക്. അമ്മേ എന്തു പറ്റി അമ്മേ? അമ്മേ കണ്ണു തുറന്ന് നോക്കമ്മേ. എന്തു പറ്റി അമ്മേ? എന്താ വീണത്? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കീർത്തി, നീ പേടിക്കണ്ട. അമ്മേ, അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ എഴുന്നേക്കമ്മേ. അയ്യോ, ബോധം കെട്ട് വീണതാണെന്ന് തോന്നുന്നു. മുഖത്ത് കുറച്ച് വെള്ളം തെളിക്കുമോനെ. ശരി ആന്റി. അമ്മേ, അമ്മേ എഴുന്നേക്കമ്മേ പ്ലീസ് അമ്മേ. ഒരുപാട് ടയർഡ് ആണെന്ന് തോന്നുന്നു. ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നത് നല്ലത്. അനു, കീർത്തി, നിങ്ങൾ ക്ലാസ്സിലേക്ക് പോ. ഞാൻ അമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാ. മിസ് ചോദിച്ചാ പറയണം കേട്ടോ. അമ്മയ്ക്ക് എന്ത് പറ്റി ചേട്ടാ? ഒരു കുഴപ്പം ഉണ്ടാവില്ല കീർത്തി, നിങ്ങൾ പോ. അനു, കീർത്തിയെ വിളിച്ചോണ്ട് പോ. എന്റെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ പ്ലീസ്?
ആന്റി, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല മോനെ, നത്തിങ് ടു വറി. ക്ഷീണം കൊണ്ട് താഴെ വീണതാ. ക്ഷീണം മാറിയാൽ ഉടനെ കണ്ടു തുറക്കും. ഉം. എന്താ ഇത്? ഞാനിപ്പോ എവിടെയാ ഉള്ളത്? നിങ്ങളിപ്പോ എന്റെ ക്ലിനിക്കിലാ ഉള്ളത്. മാഡത്തിന്റെ മകൻ ഉണ്ണിയാ ഇവിടേക്ക് എത്തിച്ചത്. ഉണ്ണി, നീ സ്കൂളിലേക്ക് പോയില്ലേ? സ്കൂളിന് മുന്നേ വെച്ച് അമ്മ തലചുറ്റി താഴെ വീണതാ അമ്മേ. അവിടെയുള്ള കുട്ടികളുടെ പാരന്റ്സ് ഹെൽപ്പ് ചെയ്ത് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ അമ്മേ. നിങ്ങളുടെ മകൻ വളരെ സ്മാർട്ടാണ്. നിങ്ങൾ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോ ഒരുപാട് വെയിറ്റ് എടുക്കരുതെന്നും ഒരുപാട് ദൂരം നടക്കരുതെന്നും അന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? ആ? നിങ്ങൾ ഒരുപാട് ടയേർഡായിരിക്കോ? ബ്ലഡ് പോലും വളരെ കുറവാ. തന്ന ടാബ്ലറ്റ്സ് എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വീണ്ടും പറയുക, ഇതുപോലുള്ള റിസ്ക് ഒന്നും നിങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഒരുപക്ഷെ അങ്ങനെ ചെയ്താൽ കുട്ടിക്ക് നിങ്ങൾക്ക് വളരെ ആപത്താണ്. ടാബ്ലറ്റ്സ് ഞാൻ എഴുതി തരാം, അത് കൃത്യമായിട്ട് കഴിക്കൂ. നഴ്സ് വരൂ. അമ്മേ, അമ്മ ഇപ്പോ അമ്മ ഇപ്പോ അമ്മേ. അപ്പൊ എനിക്ക് ഉടനെ ഒരു കുഞ്ഞാ വരാൻ പോവാണോ? ഈ കാര്യം അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നോ? പിന്നെന്താ എന്നോട് പറയാതിരുന്നേ? ഇത്രയും വലിയ ഗുഡ് ന്യൂസ് എന്താ എന്നോട് മറച്ചു വെച്ചേ? അത് ഉണ്ണി, എത്രയും വേഗം എനിക്ക് ഈ കാര്യം അച്ഛനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോയി പറയണം. നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണം. അപ്പൂപ്പനോടും അമ്മമ്മയോടും നമുക്ക് പോയി പറയണ്ടേ? ഇപ്പൊ അതൊന്നും വേണ്ട ഉണ്ണി. ആരോടും ഒന്നും പറയണ്ട. അതെന്താ അമ്മ അങ്ങനെ? പറഞ്ഞ എല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും. ചെറിയമ്മ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ പോലും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? കാർത്തികയുടെ കാര്യം വേറെ, എന്റെ കാര്യം വേറെ ഉണ്ണി. അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? ഞാനിപ്പോ അത് പറഞ്ഞു തന്നാലും നിനക്ക് മനസ്സിലാവില്ല. ഈ കാര്യം വീട്ടിലറിഞ്ഞാ പിന്നെ അത് വലിയ പ്രശ്നമാവും. അപ്പൊ എനിക്ക് അനിയൻ ഉണ്ടാവുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടമല്ലെന്നാണോ? അങ്ങനെയൊന്നും അല്ല ഉണ്ണി. മുത്തശ്ശിയോട് ഏട്ടൻ പറഞ്ഞോളും. നമ്മളായിട്ട് പറയണ്ട ഉണ്ണി, അത്രേ ഉള്ളൂ. അപ്പോ ഇക്കാര്യം അച്ഛനും അറിയാമോ? അത് ഏട്ടനും ഭാവനേച്ചിക്കും ഇപ്പൊ നിനക്ക് മാത്രമേ അറിയൂ. വേറെ ആർക്കും അറിയില്ല ഉണ്ണി. നീയും ആരോടും പറയണ്ട കേട്ടോ. അനുവിനോടും കീർത്തിയോടും പോലും പറയരുത്. ഓക്കെ അമ്മേ. പക്ഷെ ഞാൻ ശരിക്കും ഹാപ്പിയാണ്. എനിക്ക് അനിയനെ തരുന്നതിന് ഒരുപാട് താങ്ക്സ് അമ്മേ. ഈ മെഡിസിൻസ് റെഗുലർ ആയിട്ട് കഴിക്കണം. താങ്ക് യു ആന്റി. വാ അമ്മേ, ഞാൻ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട ഉണ്ണി, ഞാനൊരു ഓട്ടോ പിടിച്ച് നിന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ മെഡിസിൻസ് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാം. ഓക്കെ അമ്മേ. ടേക്ക് കെയർ വസു. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ വസു, ബി കെയർഫുൾ. വാ അമ്മേ. ഡിസൈൻ ഓൾമോസ്റ്റ് റെഡിയാണ് സാർ.
ഷുവർ സാർ. സാറ് ഫിക്സ് ചെയ്ത ഡേറ്റിന് തന്നെ ഈവന്റ് ഫിനിഷ് ചെയ്യാം. ഓക്കെ സാർ. യാ, വച്ചോളൂ. ആരാ അഖിൽ? ക്ലൈന്റാ കാർത്തിക. ഈവന്റിനെ പറ്റി ചോദിക്കായിരുന്നു. ഓ, അതിനെന്തിനാ നീ ഇത്ര ടെൻഷൻ ആവുന്നേ? അത് ഇളയമേ. ആ, എന്തു പറ്റി അഖിൽ? ഈവന്റിന് ആവശ്യമുള്ള ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഡിസൈൻ അവർക്ക് ഇഷ്ടമായി. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ഈവന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് കാശുണ്ടാവണം. എത്ര വേണ്ടി വരും? അത് മിനിമം ഒരു 10 lakhs വേണം. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഒരു ഈവന്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അഡ്വാൻസ് ഒന്നും കിട്ടിയില്ല. ഈവന്റ് കഴിഞ്ഞ ശേഷം ടോട്ടൽ എമൗണ്ട് തരാന്നാ പറഞ്ഞത്. എന്റെ കയ്യിലാണെങ്കിൽ 1 രൂപ പോലും ഇല്ല. കയ്യിൽ കാശില്ലാതെ ഈവന്റ് എങ്ങനെ തുടങ്ങണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഫ്രണ്ട്സിനോട് കാശ് ചോദിക്കാന്ന് വെച്ചാ അത്രയും പണം തരാൻ പറ്റുന്ന ഫ്രണ്ട്സും ആരുമില്ല എനിക്ക്. ഇതോർത്ത് നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നേ? ഏട്ടനോട് ചോദിച്ചാ പോരെ? ഏട്ടനോടോ? നിന്റെ അച്ഛനോട് ചോദിച്ചപ്പോ തന്നില്ലല്ലോ. ഭാസ്കറിന്റെ കയ്യിലാണെങ്കിൽ അത്ര കാശും കാണില്ല. അഭിയോട് ചോദിക്കേ. ഞാൻ ഒറ്റയ്ക്ക് ഈവന്റ് ചെയ്യുന്ന തന്നെ ഏട്ടന് ഇഷ്ടമല്ല. പിന്നെ കാശ് എങ്ങനെ തരുമെന്നാ? അതെന്താ ഏട്ടൻ തരാത്തെ? ഇതുവരെ എല്ലാവരും ചേർന്നല്ലേ ഇവന്റ്സ് ചെയ്തോണ്ടിരുന്നേ. 3 പേരും ഒന്നിച്ചല്ലേ സമ്പാദിച്ചോണ്ടിരുന്നേ. ഇപ്പൊ നീ ഒറ്റയ്ക്ക് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ ഒരു 10 ലക്ഷം രൂപ നിനക്ക് തരാൻ കഴിയില്ലേ? അതേടാ കൊച്ചുമോനെ, ഇത്രയും നാള് ശമ്പളമില്ലാത്ത ജോലിക്കാരനായി ഈ കമ്പനിയിൽ ജോലി ചെയ്തു. ഇതുവരെ നീ കണക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ 10 ലക്ഷം ചോദിക്കാലോ. ഏട്ടനോട് ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇളയമേ. പോട്ടെ, എന്റെ മോമിനോട് ചോദിക്കാം. 10 ലക്ഷം ചോദിച്ചാ 50 ലക്ഷം തരും. നിന്റെ അമ്മ എന്തിനാ കൊടുക്കുന്നേ? കല്യാണാണെങ്കിൽ അമ്മാവനോട് അമ്മായിയോട് സ്ത്രീധനം ചോദിക്കാം. ബിസിനസ് ചെയ്യാൻ പണം ചോദിക്കാൻ പറ്റുമോ? ഇല്ല ഇളയമേ, ആന്റിയോട് ചോദിക്കാനും എനിക്ക് താല്പര്യമില്ല. അവരോട് എനിക്ക് കൈ നീട്ടാൻ പറ്റില്ല. നിന്റെ ഏട്ടനോട് നീ ചോദിക്കില്ല, എന്റെ മോമിനോട് നീ ചോദിക്കില്ല. പിന്നെ ഇത്രയും കാശ് എവിടെ നിന്ന് കൊണ്ടുവരും അഖിൽ? നിന്റെ അമ്മായിയോട് ചോദിച്ചാ യാചിക്കുന്നത് പോലെ ആയിരിക്കും. മറിച്ച് നിന്റെ ഏട്ടനോട് ചോദിച്ചാലോ അത് അർഹത ഉള്ളതായിരിക്കും. അതെ അഖിൽ, നിനക്ക് അഭിയേട്ടന്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഭാഗം തരാനായി പറ. എന്റെ ഭാഗം വാങ്ങാനോ? അതേടാ കൊച്ചുമോനെ, ഇത്രയും നാള് കഷ്ടപ്പെട്ട് ജോലി ചെയ്തതല്ലേ, അതിൽ നിനക്കായിട്ടൊരു പങ്കുണ്ടാവാതിരിക്കില്ലല്ലോ. അതിന്ന് കുറച്ച് ഇപ്പൊ തരാനായിട്ട് നീ പറ. ഏട്ടനോട് ചോദിക്കാൻ എനിക്ക് നാണക്കേടാ ഇളയമേ. ഈവന്റ് നടത്തുന്ന കാര്യം ഇപ്പൊ തന്നെ മറന്നേക്ക്. നമ്മുടെ കമ്പനിയില് സാലറി ഇല്ലാത്ത സ്ലേവ് ആയിട്ട് ജോലി ചെയ്യ. എനിക്കും എന്റെ കുട്ടികൾക്കും എന്തെങ്കിലും ആവശ്യം വന്നാ നിന്റെ ഏട്ടന്റെ മുമ്പിൽ കൈ നീട്ടി നിക്കാം. അതല്ലാതെ നിനക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാർത്തിക, ഇവള് പറഞ്ഞതിൽ എന്താടാ തെറ്റ്? നല്ലതോ ചീത്തക്കോ സ്വന്തമായിട്ട് ഇവന്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ. ഇവന്റ് മുഴുവനായി ചെയ്തു തീർത്ത് പ്രശസ്തി പണവും സമ്പാദിക്കുന്നത് വരെ നിനക്ക് ആ ധൈര്യം അങ്ങനെ തന്നെ ഉണ്ടാവണം. ഇപ്പൊ തന്നെ നീ പിന്മാറിയ ജീവിതത്തിൽ നീ എന്ത് നേടും? നിനക്കിപ്പോ 2 ഓപ്ഷൻസേ ഉള്ളൂ അഖിൽ. ഒന്ന്, എങ്ങനെയെങ്കിലും നീ ഈ ഈവന്റ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആകണം. രണ്ടാമത്, സക്സസ് ആകാൻ നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞ് നിന്റെ ഏട്ടന്മാരുടെ മുമ്പിൽ അടിമയായി ജീവിക്കണം. കൊച്ചുമോനെ, ഒരു കാര്യം മാത്രം നീ ഓർത്തോ. ഇന്ന് നീ അവരുടെ മുന്നിൽ അടിമയായ നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ നാളെ അവരുടെ മുന്നിൽ അടിമയാകുന്ന പോലെയാ. നമ്മൾ അടിമകളായിട്ട് ജീവിക്കണോ? നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിന്റെ തീരുമാനത്തിലാണുള്ളത്. നന്നായിട്ട് ആലോചിക്ക്.
ഏട്ടാ കോഫി. എന്തു പറ്റി വസുന്ധര? എന്താ ഇങ്ങനെ നിൽക്കുന്നത്? കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് തിരികെ വരുമ്പോ ഞാൻ തല കറങ്ങി താഴെ വീണു. ഉണ്ണിയാ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെ. താനെന്തിനാ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയത്? സ്കൂൾ വാൻ വന്നില്ലേ? ഇന്ന് സ്കൂൾ വാൻ വരില്ല എന്ന് പറഞ്ഞിരുന്നു. വാൻ വന്നില്ലെങ്കിൽ എന്നോടോ ഏട്ടനോടോ അഖിലിനോടോ പറയായിരുന്നില്ലേ? അപ്പൊ ഏട്ടൻ ഉറങ്ങുമായിരുന്നു. അഖിലും മറ്റെന്തോ ജോലിയിലായിരുന്നു. ഭാസ്കരേട്ടനോട് ഞാൻ ചോദിച്ചില്ല. ഭാവനേച്ചിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് കാർത്തിക കുട്ടികളെ കൊണ്ടുപോകാന്നാ പറഞ്ഞ്. ആ സമയത്ത് അമ്മ വന്നിട്ട് കാർത്തിക പ്രഗ്നന്റ് അല്ലേ, എന്നോട് കുട്ടികളെ കൊണ്ടുപോകാൻ പറഞ്ഞു. തനിക്കൊന്നും പറ്റിയില്ലല്ലോ? ആർ യു ഓൾ റൈറ്റ്? ക്ഷീണം കൊണ്ട് തലകറങ്ങി വീണതാ, കുഴപ്പമില്ല. ഡോക്ടർ മെഡിസിൻസ് ഒക്കെ എഴുതി തന്നായിരുന്നു. ഏട്ടാ, ഇന്ന് ഉണ്ണിയും ഈ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞു.